നോബൽ, ഇപ്പോൾ PB-യുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിലേക്ക് താൽക്കാലിക ചുമതലയിലേക്ക് പ്രകാശ് കാരാട്ട് എത്തുകയാണ്. അതേസമയം ജനറൽ സെക്രട്ടറി ഉടൻ വേണ്ട എന്നതാണോ തീരുമാനം? ഇതൊരു ഒറ്റക്കെട്ടായ തീരുമാനമായി തന്നെ വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നാണ് അന്തരിച്ചത്. ഇത്തരത്തിൽ ഒരു സാഹചര്യം ആദ്യമായാണ് പാർട്ടി നേരിടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പുതിയ ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ PB വിശദമായി തന്നെ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഉണ്ടായൊരു തീരുമാനം എന്ന് പറയുന്നത് 24ാം പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ആ സാഹചര്യത്തിൽ പുതിയ ജനറൽ സെക്രട്ടറി എന്നൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് പാർട്ടി PBയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അത് പോളിറ്റ് ബ്യൂറോ തന്നെ നിയന്ത്രിക്കും. അതുമായി ബന്ധപ്പെട്ട ഏകോപന ചുമതലയാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് നൽകിയിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോയുടെയും ഒപ്പം കേന്ദ്ര കമ്മിറ്റിയുടെയും ഏകോപനം പ്രകാശ് കാരാട്ട് നിർവഹിക്കും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. PB ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിക്ക് നൽകുകയും അത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയുമാണ് ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും പ്രകാശ് കാരാട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻ ജനറൽ സെക്രട്ടറി കൂടി ആയതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യ സഖ്യം അടക്കമുള്ള പാർട്ടികളുമായുള്ള മീറ്റിംഗ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പാർട്ടി കോൺഗ്രസ് വരുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പാർട്ടിക്ക് കരടക്കം പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിലൊക്കെ കൃത്യമായ രീതിയിൽ പ്രകാശ് കാരാട്ടിന് ഇടപെടാൻ കഴിയും എന്നൊരു കണ്ടെത്തലിലൂടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ ചുമതല നൽകിയത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നേരത്തെ പ്രകാശ് കാരാട്ട് ഈ പദവിയിലേക്ക് എത്തുമോ എന്നടക്കമുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 75 വയസ്സ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ ചുമതലയിലേക്ക് വരുമോ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയും PBയും അദ്ദേഹം ഈ ചുമതലയിലേക്ക് വരണം എന്ന ആവശ്യം കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. എന്താണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ മരിക്കുന്നത്. അത് സീതാറാം യെച്ചൂരിയാണ്. അത് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. കാരണം മുൻപ് ഒരിക്കലും ഇല്ലാത്തൊരു കീഴ്വഴക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കേണ്ടി വരുമോ എന്നടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു കോർഡിനേറ്റർ എന്ന പദവിയിലേക്ക് പ്രകാശ് കാരാട്ടിനെ എത്തിച്ചുകൊണ്ട് അതിന് ഒരു പരിഹാരം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയും PBയും കണ്ടെത്തിയിരിക്കുന്നത്. സ്മൃതി, ശരി, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.